ഫോണടിക്കണ്ടല്ലോ. ആ മോള് വിളിക്കണ്ടല്ലോ. ഹലോ. ആ ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. മോളെ എന്താട്ട്ന്ന്? ദേ ഉമ്മ പാത്രങ്ങൾ കഴുകായിരുന്നു. അപ്പൊ മൊബൈൽ അടിച്ചപ്പോ വന്ന് നോക്കിയപ്പോ മോളാണ്. എന്താണ്? പണികളൊക്കെ കഴിഞ്ഞില്ലേ? ഓ മോളെന്ത് ചെയ്യണേ? ഞാനിതേ ഇവിടെ ഇരിക്കണമ്മ. ഇനിയിപ്പോ പെയിന്റ് പണിയും കൂടി ഉള്ളൂ. അതും അതെ. കൂടി കഴിഞ്ഞ് ഇനിയിപ്പോ പരിപാടി എടുക്കാനായില്ലേ. ഉപ്പയൊക്കെയോ? ഉപ്പ ദേ അപ്പുറത്തിരിക്കണ്ട് മോളെ. പണികളൊക്കെ എന്തായി? പെയിന്റിങ് ഉണ്ടല്ലേ? ഇനി അതും കൂടി ബാക്കിൽ മാത്രം, അടുക്കളന്റെ അവിടെ മാത്രം ഒന്ന് അടിക്കാനുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞ്. ആ ഇന്നും കൂടി, ഇന്നും നാളെയും ചിലപ്പോ മഴയൊക്കെ ഉള്ള കാരണേ നാളെയും അതെ. കൂടിയും ചിലപ്പോ ഉണ്ടാവും. ആ ബാക്കി പണികളൊക്കെ കഴുകാനൊക്കെ കഴിഞ്ഞല്ലേ? ഞാൻ ഇന്നാള് വന്നു. ഇപ്പോഴാണൊന്ന് സമാധാനായെ. ഇക്ക എന്തേ? ഇക്ക വന്നിട്ട് വിളിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ഇക്ക അങ്ങോട്ട് വരണം പറഞ്ഞിരിക്കണ്ട്. ഇനിയിപ്പോ എന്തായാലും ഒന്നിച്ച് വരാന്ന് വെച്ചിട്ടാ. അല്ല, ഇക്ക നാട്ടിലെത്തിയിട്ട് വിളിച്ചൊന്നുമില്ലേ? അതാ ഞാൻ ആ ചോദിച്ചേ. ഇക്ക വന്നിട്ടുണ്ട് മോളെ. തിരക്കാവൂലേ? അവന് ഉറക്ക ക്ഷീണം തന്നെ ശരിക്കും മാറിയിട്ടില്ല. ആ സ്റ്റാറ്റസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഭാബി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ അപ്പം അതാ ഞാൻ ചോദിച്ചേ. അതെ. പിന്നെന്തമ്മ, മഴ ഉണ്ടോ അവിടെ? ഓ മഴ പെയ്തോണ്ടേ ഇരിക്കണം. മഴയുടെ കാര്യമൊന്നും പറയണ്ട മോളെ. തുണി തിരുമ്പിയിട്ട് തോരെ ഇട്ടിട്ട് ഉണങ്ങി കിട്ടാൻ എന്തൊരു ബുദ്ധിമുട്ടാ. ഇവിടെ അതന്നെ അവസ്ഥ. പണി മഴ ഉള്ള കാരണം ഇങ്ങനെ നീണ്ടു പോകുന്നതന്നെയാണ്. തീരാനൊന്നും ഒരു വഴിയില്ല. പിന്നെ അവിടുത്തെ ഉമ്മ ഇപ്പൊക്കെ എന്ത് ചെയ്യണ്? അവരൊന്നും കുഴപ്പമില്ല. അവര് തറവാട്ടിലുണ്ട്. ഉണ്ടല്ലേ? ഞാനിപ്പോ തറവാട്ടിൽ തന്നെ ഇരിക്കുന്നു. ആ ഇപ്പൊ ഈ പരിപാടി എടുക്കാനായില്ലേ. അപ്പൊ ആ പിന്നെ അങ്ങോട്ട് പോണം. ആ അതിന്റെ ഓട്ടത്തിൽ തന്നെ ഞങ്ങളോ. ഇനിയിപ്പോ മോൾക്ക് വരുമ്പോ അവരെ മുന്നിലൊക്കെ നല്ലത്തിരി എന്താ പറയാ, നമ്മളെ വിഷമം അതുപോലെ വരാൻ പാടില്ലല്ലോ. അവരെ മുന്നിലൊക്കെ ഇത്തിരി നല്ലതിൽ തന്നെ വരണം. വിഷമം പറഞ്ഞിട്ട് കാര്യമില്ലമ്മ. ഇവിടെപ്പോ ഞാന് ഒന്നിനും ഇതൊന്നും ആക്കിയിട്ടില്ല. ഇക്കാനോടൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേലും വീട്ടിലും ഉമ്മയും ഉപ്പയായാലും അതൊക്കെ അവളുടെ അവിടുന്ന് അങ്ങനെ കൊണ്ടുവരും ഇങ്ങനെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറച്ചില് തന്നെ. ഞാന് എന്താ ചെയ്യാ, ഇക്കാനോടൊന്ന് പറയ്. ഞങ്ങള് ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പറയ്. നിങ്ങള് ഒരുമാതിരി ഒപ്പിക്കാനൊന്നും നിക്കണ്ട കേട്ടമ്മ. എന്തെന്നാ പിന്നെ ആദ്യമായിട്ടുള്ള ഒരു പരിപാടിയല്ലേ. നമ്മള് കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു പരിപാടി ഒന്നും കഴിക്കാത്ത കാരണം ഇതല്ലേ പരിപാടി. അപ്പൊ പിന്നെ അവര് നല്ല പോലെ അങ്ങനെ കൊണ്ടുവരണം ഇങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ ഇത് കൂടെ പോകുമ്പോഴടക്കം പറഞ്ഞു കാണിക്കമ്മ. ഞാനിപ്പോ എങ്ങനെ ഉമ്മനടുത്ത് പറയാന്ന് വെച്ചിട്ടായിരുന്നു. പിന്നെ ഇക്ക ഗൾഫിന്നൊക്കെ വന്ന കാരണം എനിക്കൊരു ആശ്വാസം ഉണ്ട്. അത് കൂടാഞ്ഞിട്ടാണെങ്കിലോ, ഇക്കയാണെങ്കിൽ വല്ല കട്ടിലിനും അലമാരിക്കൊക്കെ ഓർഡർ കൊടുക്കുമെന്ന് പറയുമ്പോ അതൊക്കെ നിന്റെ കുടീന്ന് കൊണ്ടുവരില്ലേന്ന് ചോദിക്കുന്നു. അല്ലാണ്ട് ആൾക്ക് ഇവിടെ കൊടുക്കണം എന്നുള്ളൊരു ചിന്തയൊന്നും ഇല്ല. എല്ലാം ഇപ്പൊ അവിടുന്ന് പ്രതീക്ഷിച്ചിട്ടാവുമ്പോ ഇരിക്കണ്. ഞാനിപ്പോ ഇതിന്റെ ഇടയിൽ ആകെ പെട്ടിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തൊന്നും എനിക്ക് കിട്ടുന്നില്ലേനു. ഇക്ക എന്തേലും ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കുറ്റീഷ് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു തന്നെയല്ലേ. ഇക്കാടൊക്കെ പറഞ്ഞു മോളെ. ഇക്കാടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇക്ക കൊടുക്കണം എന്നൊക്കെ പറഞ്ഞേ. പക്ഷെ കട്ടിലന്മാരുടെ കാര്യമൊന്നും എനിക്കറിയില്ലമ്മ. അവര് അങ്ങനെയൊക്കെയാണ് എന്റെ മുന്നിൽ പറഞ്ഞു നടക്കണത്. ശരി മോള് അതിന് കേട്ടിട്ട് വിഷമിക്കൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇനിയിപ്പോ അതെന്തായാലും അവര് അത് പറയുമല്ലോ. ചോദിക്കാനുള്ളൊരു മനസ്സുമില്ല. പോരാത്തതിന് കല്യാണത്തിനും അത്യാവശ്യം മുതലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് രണ്ടുപേരും. ഇപ്പൊ ഈ പരിപാടിക്കും കൂടി ചോദിക്കുമ്പോ എനിക്ക് ചെറിയ മടിയൊക്കെ ഉണ്ടേ കൂടി ഞാന് എന്താ ചെയ്യാമ്മ, എന്റെ അവസ്ഥയും അങ്ങനെയാണ്. ഉമ്മ എന്തായാലും നേരത്തെ പോരെ. ഇനിയിപ്പോ അതല്ലിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇക്കാനോട് പറയ്. ഇക്ക ഗൾഫിന്നൊക്കെ വന്നല്ലേ, കയ്യിൽ എന്തേലും ഇല്ലാണ്ടൊന്നും ഇരിക്കില്ല. അതുകൊണ്ട് ഈ പരിപാടി ഒന്ന് ഉഷാറാക്കി തരാനുമ്മ ഇക്കാനോട് പറയിട്ടാ. മോള് വിഷമിക്കണ്ട. ഇനിയിപ്പോ അതൊക്കെ കേട്ടിട്ട് അവരങ്ങനെയൊക്കെ തന്നെ മോളെ പറയാ. നമ്മളെ കുടുംബത്ത് എത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ അവർക്ക് വരുമ്പോഴും അവരിങ്ങോട്ട് വരുമ്പോഴും നമ്മളൊന്നും അത് അറിയിക്കണില്ലല്ലോ. അതുകൊണ്ടിപ്പോൾ എല്ലാ അമ്മമാരും മക്കൾക്ക് കൊടുക്കുന്ന രീതി തന്നെ ഇപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് മോള് വിഷമിക്കണ്ട. എന്തെങ്കിലും നമുക്കൊരു നല്ല വഴി കാണിക്കും. ഇക്കാടൊക്കെ ഞാൻ പറയട്ടെ. കുഴപ്പമൊന്നും ഇക്കാവും തരാതിക്കൊന്നും അല്ലല്ലോ. പിന്നെ അവൻ വരട്ടെ, വന്നിട്ട് സംസാരിക്കാം. പിന്നെ ഉപ്പ പറഞ്ഞ് അതെ ഞാനിന്നാ വെക്കട്ടെട്ടോ. വൈകുന്നേരത്തെ ചായന്റെ കടി ഞാൻ പണിക്കാർക്ക് കൊടുത്തിട്ടില്ല. ഞാൻ വേഗം കൊണ്ടുപോയി കൊടുത്തിട്ടേ വേഗം വരാം. എന്നാ മോള് ശരി. മോള് നോക്കിക്കോ. മോള് അതിനെപ്പറ്റി മനസ്സിലൊന്നും ബേജാറാകണ്ട. അവരത് ഇത് പറഞ്ഞിട്ടാ. അതൊക്കെ എൻ്റെ കുടിയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ അതത് രീതിയിൽ തന്നെ ഞങ്ങൾ വരുള്ളൂ. മോള് വിഷമിക്കൊന്നും വേണ്ട. നിനക്ക് നാണക്കേട് വരാൻ പോലെയും അവർക്കൊരു വാക്ക് പറയും പോലെയൊന്നും നമ്മൾ വരില്ല. നമ്മൾ വരുമ്പോൾ അവരുടെ കണ്ണ് നിറയെ കണ്ണ് കുളിരുമ പോലെ നമ്മൾ കൊണ്ട് ഇറക്കി തരും. ഈ ബേജാറൊന്നും ആകണ്ട കേട്ടാ.
നമുക്ക് എന്തെങ്കിലും ഉള്ള ഒരു വഴി കാണിക്കും. മഴ ഇത്തിരി തോന്നുന്നുണ്ട്, ഞാൻ പോയി കൊടുത്തിട്ട് വരാം. എന്നാ ശരി മോളെ. വാലേക്കും സലാം. എന്താ ചെയ്യാറുണ്ട് അപ്പം എന്തിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുമ്പോൾ എന്താ ചെയ്യാ, എനിക്ക് വയ്യ. മോൻ വന്നതാണിപ്പോൾ. മോൻ വന്ന് അവൻ്റെ കയ്യിലിപ്പോൾ എന്താ മാത്രം കട്ട്ലന്മാർക്ക് തന്നെ വേണം 1,00,000 ഉറുപ്പ്യ പോരാ. അതിൻ്റെ ഇടയിൽ എല്ലാ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ സാധനങ്ങൾ കൊണ്ടുപോകണം. എന്തൊരു കഷ്ടപ്പെടച്ചാൻ. എന്തെങ്കിലും ഒരു വരി അല്ല കാണിക്കും. ഇങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യുക, കൊടുക്കാണ്ട് പറ്റുമോ? എൻ്റെ മോൾ അവരുടെ മുന്നിൽ നാണം കെടൂല. എന്തെങ്കിലും ഒരു വഴി പഠിച്ചവൻ കാണിക്കും. ആ എന്താ ചായ? എല്ലടി, നീ ആരോട് സംസാരിച്ചിരുന്നു? മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. മോള് വിളിച്ചിട്ട് മോള് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ഉപ്പ എന്തിയെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉപ്പ മുന്നിലിരിക്കുന്നുണ്ട്, ചായ കുടിയൊക്കെ കഴിഞ്ഞ ആഴ്ച ഇല്ല, ചായ കൊടുക്കാൻ പോണെന്ന് പറഞ്ഞു. പിന്നെ മോള് അവിടെ സംസാരിച്ചതൊക്കെ എന്നോട് പറഞ്ഞതാ. അവിടെ കുറ്റീശ അതിൻ്റെ മോൾക്ക് ബാക്കി പണികളൊക്കെ കഴിഞ്ഞു തുടങ്ങി, പെയിൻറ്റിങ് കഴിഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ പണികളൊന്നും ഇല്ലമ്മ. അപ്പം അങ്ങനെ അവർക്ക് ചായ കൊടുക്കണ നേരമായപ്പോൾ ഉമ്മാക്കൊന്ന് വിളിച്ചാണ്. ഇവിടെ ഭയങ്കര ചർച്ച. എന്താ ഇവിടെ നിന്ന് നല്ല ഇതായിട്ട് കൊണ്ടുപോകാനുള്ളത് കൊണ്ടുവരും. അവള് പറയുന്നത് എന്തെന്നാ, മരുവൻ പറഞ്ഞത്ര കട്ടിലലിമാരൊക്കെ എടുക്കാൻ വരട്ടെ, വീട്ടിൽ നിന്ന് കൊണ്ടുവരാണെങ്കിലോ അപ്പോൾ ഓർഡർ കൊടുക്കുന്നത് നോക്കിയിട്ട് കൊടുക്കാന്നാ പറഞ്ഞത്. ഇതുവരെ അവൾക്ക് പറഞ്ഞില്ല. അപ്പം ഇന്ന് മരുവൻ വന്നിട്ട് അവളോട് പറഞ്ഞെന്നാ പറയുന്നത്. അപ്പോൾ ഉമ്മ അതൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേക്ക്, വീട്ടിലത്തെ അവസ്ഥകളൊക്കെ എനിക്കറിയാം. അവർ അതൊക്കെ പറയണം. അവൾ നല്ല സാധനം കൊണ്ടുവരും, നോക്കിയിട്ട് മേടിച്ചാൽ മതി, എല്ലാം അവളുടെ വീട്ടിൽ നിന്ന് ചിത്തൂരിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പം ഇക്കൊക്കെ വന്നതല്ലേ ഉമ്മ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കൊണ്ടുപോയി മനസ്സിലാവണ പറയും. ഞാൻ മനസ്സിലാകണ പോലെ തന്നെ പറയണത്. നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. എന്നോട് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറഞ്ഞതാ മോള്. അത് കാരണം എനിക്കിപ്പോൾ തലയ്ക്ക് ഓളം അടിച്ച പോലെ ഇതായിരിക്കുന്നത്. ആൾക്കാരുടെ മുന്നിൽ നമ്മൾ സാധനങ്ങൾ കൊണ്ടിറക്കണ്ടേ? അവർ 2 മക്കൾക്ക് കൊണ്ടുവന്ന പോലെ 2 മരുമക്കളുടെ വീട്ടിൽ നിന്ന് കൊണ്ടിറക്കി കൊടുത്തല്ലേ, അതുപോലെ നമ്മുടെ മോൾക്കും കൊണ്ട് കൊടുക്കണ്ടേ വീട്ടിൽ പറഞ്ഞല്ലേ. അപ്പോൾ അത് അവരുടെ മുന്നിൽ നമ്മുടെ മോൾക്കൊന്നും ഇല്ലാത്ത പോലെ നമ്മളെ മോളാകാൻ പാടില്ലല്ലോ. അതാണ് മോള് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഉക്കയും കൂടി വന്നതല്ലമ്മ, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയും കണ്ടും ചെയ്യണം. അവിടുത്തെ വിഷമം എനിക്കറിയാം, മോൾക്ക് നല്ലോണം വിഷമമുണ്ട്. പക്ഷെ അവരത് വീട്ടിൽ അമ്മായിയമ്മയും നാത്തൂന്മാരും അതുപോലെ ഇന്നിപ്പോൾ കെട്ടിയോനും പറയുന്നുണ്ട്, എങ്ങനെ കട്ടിലലിമാറി ഓർഡർ ചെയ്യണ്ട, നോക്കിയിട്ട് ചെയ്യാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാലോ എന്ന്. അത് കേട്ടപ്പോഴാണ് അവളിന്ന് വിളിച്ചത്. പിന്നെ പെട്ടെന്ന് കട്ടാക്കി. എന്താ അവൾക്ക് പണിക്കാരുണ്ട് ഇത്ര പെയിന്റിങ്, അവർക്ക് ചായ കൊടുക്കണം ഉമ്മ, ഞാൻ പിന്നെ വിളിക്കുക എന്നാ ശരിമ്മ പറഞ്ഞുകൊണ്ട് കട്ടാക്കി. കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? നമ്മൾ കൊടുക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ചോദിച്ചു മേടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കണം. എല്ലാ ഒരു കട്ടിലലിമാരിക്കൊക്കെ നല്ല വിലയാകുമോ? കട്ടിലലിമാരിക്ക് 1-1.5 ലക്ഷം രൂപയോളം വരും. 1.5 ലക്ഷമോ? കട്ടില് അലിമാരിയൊക്കെ തേക്കിന്റെ നല്ല മുതല് മേടിക്കുമ്പോ നല്ല വില വരും. ഒരു 1 ലക്ഷത്തിന്റെ അങ്ങനെ 1 ലക്ഷം ആകുമ്പോ അതിനുള്ള ക്വാളിറ്റി കുറയുന്നു മാത്രമല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളെ കൊടുക്കുമ്പോ നല്ലത് കൊടുക്കണ്ടേ? തേക്കും വീട്ടിയൊന്നും വേണ്ട, അല്ലാത്ത 1 ലക്ഷത്തിന്റെ ഉള്ളിൽ ഒതുങ്ങിയത് കിട്ടും. 1 ലക്ഷത്തിന് 1.25 ലക്ഷം അങ്ങനെയൊക്കെ വരും. പിന്നെ ബാക്കി സാധനങ്ങളോ എങ്ങനെയോ 1 ലക്ഷത്തിന് ഒരു 1.5 അല്ലേ? 1.5 കഷ്ടി വരും. 1.5 കഷ്ടി വരും. മോൻ വന്നിട്ടില്ല, മോൻ പുറത്തേക്ക് പോയി. അവനോട് പറഞ്ഞില്ലേ കാര്യങ്ങൾ? അവനോട് കാര്യം പറഞ്ഞത്. എപ്പോഴാണ് മോള് വിളിച്ചത്? നമ്മള് സാധനങ്ങൾ കൊണ്ടുപോകണോ ഒക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ കട്ടിലലിമാരിയുടെ കാര്യം നമ്മ ഇപ്പോഴല്ലേ അറിഞ്ഞേ. ചോദിച്ചു മേടിക്കല്ലേ, നമ്മൾ കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ല. ചോദിച്ചു, നമ്മളെ മോളല്ല ചോദിച്ചു മേടിക്കണേ. അവിടെ ചർച്ച ചെയ്തപ്പോ മോള് എന്നോട് പറഞ്ഞതാണ്. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാ, അതുപോലെ കൊണ്ടുപോകണ്ടേ? ശരി, ഇപ്പൊ അവൻ വരട്ടെ, അവനോട് കാര്യം പറഞ്ഞിട്ടേ അവൻ എന്താ തീരുമാനിക്കുന്നു നോക്കട്ടെ. മോൻ വരട്ടെ, മോൻ വന്നിട്ട് പറയാലാണ് എൻ്റെ കുട്ടി എന്ത് ചെയ്യും. അതിനാണെങ്കിൽ ഇപ്പോൾ വന്നിട്ട് ഇപ്പം ഇത്രയും എന്താ പറയുക, വല്ലാത്തൊരു കട്ടിലലിമാരിയുടെ ഇത് പോയില്ല എനിക്ക്. ബാക്കി സാധനങ്ങളല്ലേന്ന് വെച്ചിട്ടാണ് നമ്മൾ ശരി ആകട്ടെ കുഴപ്പമില്ല നേരത്തെ വാമ്മാന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇതായി. ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കൊടുത്താലും പോരാലോ, നമ്മുടെ മക്കളല്ലേ. ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പം മോൾക്ക് അത് കൂട്ടുകുടുംബമായിട്ടിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ നമ്മുടെ മോള് ഒന്നും ഇല്ലാത്ത പോലെ ആകാനും പാടില്ല. അതാണ്. ഒറ്റക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, മോളോടൊക്കെ നമ്മുടെ മോളെല്ലാം അറിയുള്ളൂ. ഇപ്പം കൂട്ടുകുടുംബം ഏട്ടത്തി അനിയത്തിമാരൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അവരൊക്കെ അടുത്തടുത്തല്ലേ. ഇനിയിപ്പോൾ അവരുടെ വീട്ടിൽ നിന്നൊക്കെ അവർക്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ നമ്മുടെ മോൾക്ക് കൊടുക്കാണ്ടാകുമ്പോൾ അതൊരു മോശമല്ലേ. അല്ലെങ്കിൽ അവർക്ക് നമ്മളെ പറ്റിയിട്ട് ഭയങ്കര ഇതാണ്. എന്തുണ്ട് അവളെ
നിങ്ങളെ വീട്ടിൽ ഇവിടെ അല്ലേ വന്ന് നല്ല സുഖം അങ്ങനെ എങ്ങനെയാണ്. ഇനിയിപ്പോൾ ഇതിലും കുറഞ്ഞാൽ പിന്നെ അവൾക്ക് ഓരോന്നും ഒന്നും വേണ്ട. ഉണ്ടോ ഇല്ല കടയിലും കള്ളിയാലും നമുക്ക് എന്തെങ്കിലും ശരിയാക്കാം. മോൻ വരട്ടെ. ശരി, മോൻ വന്നിട്ട് സംസാരിച്ചിട്ടേ നമുക്ക് എന്താ വേണ്ടത് തീരുമാനിക്കാം അല്ലേ. ചിത്തുവിൻ്റെ കുടിയിരിപ്പാണ് വരുന്നത്. എന്താ ചെയ്യുക, മനുഷ്യനെ ആലോചിച്ചിട്ടൊരു പിടുത്തല്ല. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കല്യാണത്തിന് തന്നെ അവളെ തട്ടിക്കൂട്ടി ഉള്ളതൊക്കെ ഒപ്പിച്ച് എങ്ങനെയൊക്കെയോ പറഞ്ഞു. ഇതിപ്പോൾ അതുപോലെ ചെയ്യാൻ പറ്റുമോ? എന്താ ചെയ്യുക, നമ്മൾ ആദ്യമായിട്ടൊരു മോളൊരു പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ കൊച്ചായി പോകാൻ പറ്റുമോ പൊന്നെ? എന്തെങ്കിലുമൊക്കെ ഒരു കൊടുക്കണോ? കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല എന്തെങ്കിലും ഒരു വഴി കാണിക്കും. നമ്മളെന്തെങ്കിലും ടെൻഷൻ അടിക്കണം. മോൻ വരട്ടെ, അവനോട് സംസാരിച്ച് നോക്കാം നമുക്ക്. ഇനിയിപ്പൊ അതിനുള്ളതും കൂടിയും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും അറിയാത്ത പോലെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേൾക്കണല്ലോ, കേട്ടിട്ട് അതിനുള്ളത് എന്താ ചെയ്യണ്ടേന്ന് ഇതാക്കണല്ലോ. വരട്ടെ, വന്നിട്ട് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇല്ലടാ, ഞാൻ വന്നിട്ട് വെറുതെ 3 ദിവസമായിട്ടുള്ളൂ. ഇൻഷാ അല്ലാ നമുക്ക് നാളെ കാണാം ട്ടാ. ശരിടാ എന്നാ. അതെ, നിങ്ങളെ എവിടെ പോയിക്കായിരുന്നു? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എന്റെ കൂട്ടുകാരന്മാരെ കാണാൻ. നിങ്ങളോട് ഒന്ന് ഇരുന്നൊരു കാര്യം പറയട്ടെ. എന്ത് പ്രശ്നം? അവിടെ ഇരിക്കി. അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നിങ്ങളോട് പിടിച്ചിരുത്തിയത്. നിങ്ങളുടെ അനിയത്തിന്റെ എന്തോ വീട് കുറ്റീഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉമ്മ അടുക്കളയിൽ നിന്നിട്ട് ഞാൻ കേൾക്കാൻ വേണ്ടി എന്തൊക്കെയോ നിന്ന് പറയണ്ടായിരുന്നു. എന്തപ്പോ അതിനൊക്കെ കണ്ടുവെച്ചിക്കണ നിങ്ങള്? അല്ല, അനിയത്തിയുടെ കുറ്റൂഷയുടെ കാര്യം ഉമ്മ ഒരു സൂചന തന്നിരുന്നു. ഞാൻ ഒരു കാര്യം നേരത്തെ തന്നെ പറയട്ടെ, വെറുതെ എന്തോ ഒരു പരിപാടി വരുന്ന പറഞ്ഞിട്ടുള്ള സ്വത്തൊക്കെ അതിലിറക്കാനൊന്നും നിക്കണ്ട. അതിന് മാത്രമുള്ള ഒരു ഇതൊന്നും വേണ്ട. അല്ല, പെങ്ങളല്ലേ, എന്തെങ്കിലും കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അവരെന്തൊക്കെയാ മനസ്സിൽ കണ്ടു വെച്ചിക്കണം എന്നുള്ള കാര്യം എനിക്കറിയില്ല. പറയണൊക്കെ കേട്ടിട്ട് വലിയ കാര്യത്തിൽ എന്തൊക്കെയോ കയറ്റി വെച്ചിട്ടുണ്ട് തോന്നുന്നു. എന്ത് പറഞ്ഞു ഉമ്മ അപ്പൊ? എനിക്കൊന്നും അറിയില്ല. ഞാൻ അടുക്കളയിൽ തക്കാളി ഉള്ളിയൊക്കെ അരിയായിരുന്നു. അതിന്റെ ഇടയിൽ ഉമ്മ നിന്നിട്ട് അനിയത്തിന്റെ പെങ്ങളല്ലേ, കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? ആദ്യത്തെ പരിപാടിയല്ലേ, എന്താപ്പോ ഇതുവരെ അവള് പരിപാടിയൊന്നും കഴിച്ചിട്ടില്ലേ? ഇനിയിപ്പൊ ഇതിനായിട്ട് സ്വത്തൊക്കെ കൊണ്ടുപോയി ഇറക്കണം. ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട. എന്റെ ഒരു പെങ്ങളല്ലേ, എനിക്ക് ഇക്കാന്നുള്ള രീതിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരില്ലേ? അതായിരിക്കും കൊടുക്കി എല്ലാം കൂടി ഒന്ന് ഇറക്കി കൊടുക്കി അവിടെ മുറ്റത്ത്. അതാവുമ്പോ പിന്നെ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ സന്തോഷം തന്നെയാണ്. അതെ, ഗൾഫിലേക്ക് പോണ പണി ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റെ അടുത്ത് തന്നെയല്ലേ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊന്നും അവർക്ക് അറിയില്ലല്ലോ. ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങളെ പെങ്ങൾക്കൊന്നും അറിയില്ലല്ലോ. അവരെയും കൂടി അറിയിച്ചോളി, എന്നാലേ ശരിയാവുള്ളൂ. ഇത് അവരൊക്കെ വിചാരം എന്താ, ഗൾഫിൽ നിന്നൊന്നും സ്വത്ത് കണക്കിൽ കുറെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ട് എന്നൊക്കെയാണ് അവരെ വിചാരം, ലക്ഷക്കണക്കില്. അതൊന്നും ഇല്ലാന്നുള്ളത് നേരത്തെ കൂട്ടി പറഞ്ഞോളുണ്ട്. അതിന് പെങ്ങളുടെ വീട്ടിലേക്ക് ലക്ഷക്കണക്കിന് സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയില്ല ഇനിയിപ്പൊ എന്തൊക്കെ പറയാനാവോ. എന്റെ അടുത്തൊന്നും അതിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ തിരിച്ചു ചോദിക്കാനും പോയില്ല. എങ്ങനെയായാലും എന്താ ചെലവൊക്കെ എന്റെ മണ്ടക്ക് തന്നെ വരുള്ളൂ. എന്റെ മണ്ടക്ക് എന്നിട്ടാ നീ ഒന്ന് നിന്റെ കാര്യം നോക്കിയിട്ട് മിണ്ടാണ്ടിരിക്കേ. റെഡി 1 2 3 സ്റ്റാർട്ട്. നിന്റെ മണ്ടക്ക് എന്ത്? നീ നിന്റെ കാര്യം നോക്കിയിട്ട് മിണ്ടാണ്ടിരിക്കുക. എന്റെ പെങ്ങൾക്ക് എന്ത് കൊടുക്കണമെന്ന് എനിക്കറിയാം. എന്റെ ഉമ്മ ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ കൊടുക്കാനും എനിക്കറിയാം. മനസ്സിലായില്ലേ? കൊടുത്തോളി. അതിനിപ്പോ ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല, ഒന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. സൂചിപ്പിക്കാൻ 100 പെങ്ങളൊന്നും ഇല്ല, ഒരെണ്ണേ ഉള്ളൂ. അതിനെന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. കൊടുത്തോളി. നീ വലിയ വർത്താനം പറയാൻ നിക്കല്ലേ. ഒന്നും ചോദിച്ചിട്ട് ഇന്റെ അടുത്തൊന്നും വരാണ്ടിരുന്നാ മതിയാണ്. എങ്ങനെ പോയില്ല നമ്മളെ തന്നെ പിടിക്കുള്ളൂ. ഇനിയിപ്പൊ അവിടെ പോയിട്ട് ഒരു കൂട്ടച്ചർച്ച ഉണ്ടാവും. എന്തോ ആയിക്കോട്ടെ. സിത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നാ? ചിത്ത് വിളിച്ചു മോനെ, നിന്നെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. എന്റെ മോനോട് പറയാൻ ഈ പുറത്തേക്ക് പോയിക്കായിരുന്നില്ലേ? എന്താ പറഞ്ഞേ? അതെ, അവള് വീട് പാർക്കല് മോള് പറഞ്ഞു വെച്ച പോലെയല്ല. അവള് പറയണേ, അളിയൻ പറഞ്ഞത്ര വീട്ടിൽ നിന്ന് കട്ടിലലിമാറിയൊക്കെ ഏൽപ്പിക്കാൻ വരട്ടെ, ചിലപ്പോ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് ഏൽപ്പിക്കാം. അപ്പോൾ അവൾക്ക് നമ്മുടെ വിഷമം അവൾക്ക് അറിയുന്നുണ്ട്. ഉമ്മ വീട്ടിലത്തെ വിഷമങ്ങളൊക്കെ എനിക്കറിയാം. മരുവനുണ്ട് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഉമ്മയും പെങ്ങന്മാരൊക്കെ പറയുന്നത് അവർ വീട്ടിൽ നിന്നൊക്കെ എല്ലാ സാധനങ്ങളും കൊണ്ടുവരും. 2 ഇക്കമാരുടെ വീട്ടിലേക്കൊക്കെ വന്ന പോലെ ഇപ്പോൾ 3ാമത്തെ ഇക്കാക്കും വരും. അതൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി, മുൻകൂട്ടി ഒന്നും എടുക്കാൻ നിൽക്കണ്ട. എല്ലാവരും ഉമ്മയുടെ വീട്ടിൽ നിന്നല്ലേ മോളുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് അവരുടെ മുന്നിലൊന്നും ഇതാകണ്ടെന്ന് വെച്ചിട്ട് ഒന്ന് വിളിച്ച് പറഞ്ഞതാ. അമ്മ അങ്ങനെ വിളിക്കുകയും വന്നല്ലേ. അപ്പം എന്തായാലും ഉമ്മ വരുമ്പോൾ ഇത്തിരി കടായാലും കള്ളിയായാലും ഉമ്മ അവരിപ്പോ വിചാരിച്ച പോലെ ഒന്ന്. അതല്ലമ്മ, ഈ കട്ടില് അലമാരെന്നൊക്കെ പറയുമ്പോ ഒരുപാട് പൈസ ആവില്ല? എത്ര രൂപയ്ക്കാവും? കട്ടിലലിമാർ ഉപ്പാട് ചോദിച്ചപ്പോ ഉപ്പ പറയണു എങ്ങനെ പോയാലും 1.5 ലക്ഷം വീട്ടിൻ്റെ തേക്കിൻ്റെ ഒക്കെ ആകുമ്പോൾ. അങ്ങനെ വീട്ടിൻ്റെ തേക്കിൻ്റെ ആണെങ്കിൽ ഒരു 1.5 ലക്ഷം ഒക്കെ നോക്കിക്കോന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു 1 ലക്ഷത്തിൻ്റെ ഉള്ളിലൊക്കെ ഒപ്പിക്കാൻ പറ്റുമോന്ന് വെച്ചപ്പോ 1 ലക്ഷത്തിലൊക്കെ എന്തൊക്കെയടി കിട്ടുക, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഞാനൊരു എന്തായാലും കട്ടിലലിമാരും കൊടുക്കണ്ട മോനെ, നമ്മളവർക്ക് കല്യാണത്തിന് കൂടി കൊടുക്കാത്തല്ലേ.
എന്നാലും 1,00,000 രൂപയൊക്കെ ഒരു ആവും. ലക്ഷം ഉറുപ്പ്യ ആകും കട്ടിൽ. അത് നല്ല പോലെ വീട്ടിയുടെ തേക്കിൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ 1,50,000 ആകും. അപ്പോൾ ഇതിപ്പോൾ എടുക്കണമെങ്കിൽ ഒരു 1,00,000 ഉറുപ്പ്യ കട്ടിലന്മാർക്കും ആകും. പിന്നെ സാധനങ്ങളെല്ലാം കൂടി ഒരു 1,50,000 എങ്ങനെയായാലും ആകും. അതല്ല ഞാൻ ആലോചിക്കണം എന്താ വെച്ചാലേ, ഈ 1,50,000 എന്നൊക്കെ പറയുമ്പോ അത് വലിയ പൈസയുമാ. ഉമ്മാക്ക് തന്നെ അറിയാലോ, ഞാനിപ്പോ ദുബായ് മതിയാക്കി വന്നിട്ട് എല്ലാ മാസവും നമ്മള് പൈസ ഇങ്ങോട്ടോ വീട്ടിലത്തെ ഓരോ ആവശ്യങ്ങൾക്ക് പൈസ അയക്കലുണ്ട്. അതുകൊണ്ട് നമ്മള് എടുത്തു വെക്കാനായിട്ട് ഒന്നുമില്ല. ഇപ്പൊ ദുബായ് മതിയാക്കി വന്നപ്പോഴാണ് ഈ കുറച്ച് പൈസ കിട്ടിയത്. അത് ഒന്ന് എല്ലാം കൂടി ചേർത്ത് 1,00,000 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ഈ 1,50,000 എന്നൊക്കെ പറയുമ്പോ ഒന്നും ഉണ്ടാവില്ല കയ്യില്. എല്ലാം നമ്മൾ ഈ അലമാരയും കട്ടിലും ഇതൊക്കെ വാങ്ങിക്കാൻ നിന്നാ പിന്നെ എന്റെ കയ്യിലൊന്നുമില്ല. ഉമ്മക്ക് അറിയാലോ, നമ്മള് സേവിങ് ആയിട്ട് എൻ്റെ ഒന്നുമില്ല, ഇതേ ഉള്ളൂ. അവള് നമ്മളോട് വേണം പറഞ്ഞിട്ട് വിളിച്ചതല്ല. അവിടെ അവരൊക്കെ വർത്താനം പറയുമ്പോൾ ഇനിയിപ്പോൾ നമ്മളതില്ലാണ്ട് പോകണ്ട, ഉമ്മ ചിലപ്പോൾ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് അവള് പറഞ്ഞാണ്. വീട്ടിലത്തെ വിഷമങ്ങളൊക്കെ അവൾക്ക് അറിയുന്നുണ്ട്. അപ്പോൾ ഇക്ക വന്നല്ലേ അമ്മ ഇക്കാടൊന്ന് പറഞ്ഞിട്ട് അതൊന്ന് കൊണ്ടുവരണം ഉമ്മ. എന്താ ഇവിടെ മരുമോനും പറഞ്ഞു, അത് കാരണം എനിക്ക് പറ്റില്ല, അവിടെ ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുമോ ഉമ്മ. മൂത്തവർക്ക് 2ആൾക്കും എല്ലാ സാധനവും അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മയാണെങ്കിലോ വല്ലാണ്ടാണ് ഇതാക്കണത്. അല്ലെങ്കിൽ നമ്മളെ പറ്റിയിട്ട് വല്ലാത്തൊരു ഇതാണ്. ഇതും ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊരു തീരെ ഒരു വിലയില്ലാത്ത പോലെ ആകും ഉമ്മ. അതുകൊണ്ട് ഉമ്മ ഒന്നും വിചാരിക്കണ്ട, ഇക്കാട് പറയേ. അല്ലമ്മ, ഇപ്പൊ നമുക്ക് പെങ്ങളായതുകൊണ്ട് ഒന്നും ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. ഇപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ പറയണ കാരണം നമുക്ക് എന്താ ഇപ്പൊ ചെയ്യാ? ഉമ്മനൊരു ഐഡിയ പറയൂ. ഉപ്പ എന്താ പറഞ്ഞേ? ഉപ്പ പറഞ്ഞ മോൻ വരട്ടെ, മോൻ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും അവനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ആകെ ഒരു മോളല്ലേ ഉള്ളത്. അവൾക്ക് നമ്മൾ നല്ല വലിയ കൂട്ടുകുടുംബത്തിലേക്കല്ലേ കൊടുത്തിക്കണം. അപ്പോൾ പിന്നെ അവരൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ മോള് അവരുടെ മുന്നിലൊരു ഇതാകൂല്ലേ. നമുക്ക് എന്തെങ്കിലും ഉള്ളത് പൊന്ന് വെക്കണം, അവിടെ പൂ വെക്കണം. അപ്പോൾ എന്തെങ്കിലും ചെയ്യാം, അവൻ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പാനെ കണ്ടില്ലേ? ഇല്ല, ഉപ്പാനെ കണ്ടില്ല. ഇപ്പൊ റൂമിൽ പോയപ്പോ സാരിയാണ് പറഞ്ഞത് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഒരേ ഒരു പെങ്ങളല്ലേ, നമുക്കൊന്നും ചെയ്യാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല മോനെ. മോനൊരു കാര്യം ചെയ്യും, ഉമ്മയുടെ ഇതൊക്കെ ഊരി തരാം, എന്തെങ്കിലും ചെയ്യലാണ്. എൻ്റെ മോൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാന്ന് എനിക്കറിയാലോ. അപ്പോൾ ഞാനേ ഉമ്മ എന്തെങ്കിലും ചെയ്തിട്ടൊരു എൻ്റെ ഇതൊക്കെ വെച്ചാൽ ഒരു 10,000-25,000 കിട്ടും. ബാക്കി എങ്ങനെയെങ്കിലും നമുക്ക് ആരോടെങ്കിലും ഒരു 25,000 വേണ്ടമ്മ. അത് ഉമ്മാന്റെ ആകെ ഇപ്പൊ എന്താ പറയാ മോതിരം തന്നെയല്ലേ ഉള്ളൂ, അതും കൂടി ഇനി കൊണ്ടുവയ്ക്കണ്ട. ഞാൻ എൻ്റെ ഒന്ന് കൂട്ടി നോക്കി കഴിഞ്ഞാൽ ഒരു 1,00,000 ഉണ്ടാവും. പിന്നെ എൻ്റെ അവിടെയുള്ള ആരെങ്കിലും കൂട്ടുകാരന്മാരത്ത് ഞാൻ എന്തെങ്കിലും ചോദിച്ചു നോക്കട്ടെ, അവർക്ക് എന്തെങ്കിലും അയച്ചു തരാൻ പറ്റുമോന്ന് എന്തെങ്കിലുമൊക്കെ. കട്ടിലലിമാറി വേണമെന്ന് പറയുമ്പോ അവള് വേണമെന്ന് പറഞ്ഞല്ല, ഇല്ല വേണമെന്നല്ല, നമ്മള് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. കട്ടിലമാര അവർക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അവര് പെങ്ങളെന്നല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് കൊടുത്തേക്കാം, അവരിഷ്ടമല്ലേ. കല്യാണത്തിനും കൊടുക്കാത്ത കാരണമാണ് അവള് അളിയൻ വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക. അപ്പോൾ പിന്നെ പൊന്നും പണമൊക്കെ നമ്മൾ ഒപ്പിച്ചിട്ടില്ലേ, ഒക്കെ തട്ടി കൂട്ടി കൊടുത്ത പോലെ കൊടുത്ത്. അവൾക്കൊന്നും നമ്മൾ കാര്യമായിട്ട് അങ്ങനെ കൊടുത്തിട്ടില്ല. ഇതിലെങ്കിലും കാര്യമായിട്ട് കിട്ടുമെന്ന് വെച്ചിട്ടിരിക്കാവും അവരൊക്കെ. മോൾക്കില്ല, കുടുംബക്കാര്, അവര് വീട്ടുകാരെ. ഉമ്മ അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇനി പെങ്ങള് വിളിച്ചു കഴിഞ്ഞാൽ വിഷമിക്കണ്ട, നമുക്കതൊക്കെ റെഡിയാക്കാം. എല്ലായിട്ട് ഉപ്പയും ഉമ്മയും ഞങ്ങൾ എല്ലാരായിട്ട് വരാം ഇൻഷാ അല്ലാഹ് എന്ന് പറയും. അല്ല, അവള് പറഞ്ഞു, മോളെ നീ അത് ഇതിന് ഇനിയിപ്പോ അവരൊക്കെ പറഞ്ഞിട്ട് ഇടങ്ങേറാക്കണ വേണ്ടി നീ വിഷമിക്കൊന്നും വേണ്ട, ഒക്കെ അള്ള ഒരു വഴി കാണിക്കും. ഉമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഈ ബേജാറാകണ്ട, ഒക്കെ വരട്ടെ പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് വിഷമിക്കണ്ട. ഇല്ലും ഒക്കെ വന്നാലും ഒന്ന് വിളിക്കാൻ പറ. ഇക്ക വന്നിട്ടൊന്ന് വിളിച്ചില്ലല്ലോ, ഗൾഫിൽ നിന്ന് വന്നിട്ട്. അപ്പം ഇക്കാക്ക് വന്നിട്ട് ഉറക്കം തന്നെ ശരിയായിട്ടില്ല, വിളിക്കും എന്ന് പറഞ്ഞു. ശരി ഉമ്മ, വിളിച്ച പറയും, നമുക്കത് ശരിയാക്കാം. എങ്ങനെയൊക്കെ നേരത്തെ 2 ദിവസം മുന്നേ തന്നെ ചെല്ലാൻ പറഞ്ഞു. നമുക്ക് 2 ദിവസം മുമ്പാടായിട്ടേ പോവാ. നിങ്ങളൊക്കെ തന്നെയല്ലേ വന്ന് നിന്ന് നടത്തണം. അപ്പൊ നേരത്തെ വരും, തലേദിവസമൊന്നും അല്ല, വെള്ളിയാഴ്ച തന്നെ വരുമെന്ന് പറഞ്ഞു. പോകുമ്പോ അവിടെ കൊടുന്ന കുറച്ച് സാധനങ്ങളും പിന്നെ ഉണ്ണികൾക്കുള്ള മിഠായും അതൊക്കെ എടുത്തോ, സ്പ്രേ ഒക്കെ കയ്യിൽ പിടിച്ചോ. പോകുമ്പോ 2 ദിവസം മുന്നേ പോണ കാരണം കൊണ്ടു കൊടുക്കാം അല്ലേ. ശരി എന്നാ ഞാന് പോട്ടെ. ശരി. എൻ്റെ മകൻ്റെ കയ്യിൽ അള്ള കൊടുക്കട്ടെ. എൻ്റെ മകൻ കൊടുക്കാത്ത മോനല്ല, എൻ്റെ മകൻ്റെ കയ്യിൽ അള്ള കൊടുക്കട്ടെ നല്ലോണം.